ഒരു 1/4 കപ്പ് ഓട്സിലേക്ക് നല്ല തിളച്ച പാലൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 ബദാം പരിപ്പ് മുറിച്ചോ മുഴുവനായിട്ടോ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2-3 ഈന്തപ്പഴം കുരു കളഞ്ഞ് അതും ഒന്ന് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ചിയാ സീഡ് വെയിറ്റ് ലോസിന് പറ്റിയ വേറൊരു സീഡാണ്. അതും കൂടെ ഞാനൊരു 1 ടേബിൾ സ്പൂണിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഫ്ലേവറുള്ള യോഗട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൂബെറിയുടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ചുമന്ന പഴമാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓരോ ദിവസം നമുക്ക് ഫ്രൂട്ട്സ് മാറ്റി മാറ്റി ചെയ്യാം ഈ ഒരു റെസിപ്പിയിൽ തന്നെ. ഞാനിപ്പോൾ ചുമന്ന പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക അടച്ചിട്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് കഴിക്കുക. വെയിറ്റ് ലോസിൻ്റെ ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.